അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് പറയാനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല നമുക്ക് ഒരുക്കി വച്ചിട്ടുള്ള ഒരു ഭവനമാണ് സ്വർഗം എന്നുള്ളത്. പരലോകത്ത് സ്വർഗത്തെ അള്ളാഹു നമുക്ക് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസപ്രകാരം ഇപ്പോൾ തന്നെ അള്ളാഹു തആല സ്വർഗത്തെയും നരകത്തെയും റെഡിയാക്കി വച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു തആല ഖുർആനിലൂടെ സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ കാണാം ഒരു ആയത്തിൻ്റെ വചനം, ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കപ്പെട്ടു എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വർഗം അത് ഇപ്പോൾ തന്നെ അത് റെഡിയാണ്. കാരണം അതിനെ ബലപ്പെടുത്താനുള്ള ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാണ്, മഹാന്മാരായ ശുഹദാക്കൾ അവരുടെ ആത്മാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ അവർ സ്വർഗത്തിലെ നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള കിളികളിൽ മഹാന്മാരായ ശുഹദാക്കളുടെ ആത്മാവിനെ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ട് അതിങ്ങനെ അവർ സ്വർഗത്തിലൂടെ ഇങ്ങനെ പാറിക്കളിക്കുകയാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാരഥന്മാരായ ആളുകൾ, മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാരായ ശ്രോതാക്കൾ, അവരുടെ ആത്മാക്കളെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സ്വർഗം ഇപ്പോഴും ഉണ്ട് എന്നല്ലേ. മാത്രമല്ല, അങ്ങനത്തെ നല്ലവരായ ആളുകളുടെ ആത്മാക്കളെ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം അവർ റൂഹിനെ പിടിക്കുമ്പോൾ അതവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ഇല്ലിയീൻ എന്നുള്ള അടുത്താണ്. ഇല്ലിയീനാവട്ടെ സ്വർഗത്തിലെ ഉന്നതമായ ഒരു സ്ഥലമാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ആത്മാക്കളെ കൊണ്ടുപോകുന്നത് അത് സിജ്ജീനിലാണ്. അതാവട്ടെ നരകത്തിലെ ഏറ്റവും ശിക്ഷയുള്ള ഭാഗമാണ് സിജ്ജീൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, സ്വർഗം റബ്ബ് ഇപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ള ഒരു ദൂതനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ അടുക്കൽ അല്ലാഹു തആല രണ്ട് മലക്കുകൾ വന്ന ഒരു സംഭവം
ഹദീസുകളിലൊക്കെ കാണാം. നബി തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ വീടാണ് സ്വർഗം. വീടിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹു താല സ്വർഗമുണ്ടാക്കി അതിൻ്റെ ഒരു ഫങ്ഷൻ, അത് ഹൗസ് വാമിംഗ് ഒക്കെ നമ്മൾ പറയാറില്ലല്ലോ, ഉണ്ടല്ലോ. അതിൽ ആ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് ഒരാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമല്ലോ. വലിയ പരിപാടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരന് മാത്രം പറഞ്ഞാൽ അത് തീരുകയില്ല. അപ്പോൾ വേറെ ആളെങ്കിലും ഏൽപ്പിക്കും പറയാൻ. എന്നിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് അവരെ ക്ഷണിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ആ സ്വർഗമാകുന്ന റബ്ബിൻ്റെ വീടിൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെയാണ് വിളിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, ഇന്നാ അർസൽനാക ഷാഹിദം വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഅംരി വസിറാജം മുനീറാ. സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട്, മുന്നറിയിപ്പുകാരനായിട്ട് നാം നബിയെ അങ്ങയെ പറഞ്ഞയച്ചല്ലോ, അങ്ങയെ നാം അങ്ങനെയാണ് അയച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചിന്തിക്കുക. സ്വർഗം ഇപ്പോൾ തന്നെയുണ്ട്. ഞാൻ പറയുന്ന ഒരു വിഷയം സ്വർഗത്തിലെ നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് പറഞ്ഞതാണ് സ്വർഗം ഉണ്ട്. എന്നാൽ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കലല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർ ഇത് കേൾക്കണമെന്നില്ല, കേൾക്കണതിന് വിരോധമല്ല. പക്ഷേ അവർക്ക് ഇത് അത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അവർ മനസ്സിലാക്കിയതിന് വിരോധങ്ങളൊന്നുമില്ല. നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നത് വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുർആനും ഹദീസും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ആര് നോക്കിയാലും മനസ്സിലാകും, ആർക്കും വായിക്കാൻ പറ്റുന്നതാണ്, ആർക്കും നെറ്റെടുത്ത് നോക്കിയാൽ ആർക്കും വായിക്കാം. അങ്ങനത്തെ ഒരു വിഷയമാണ്, ഒന്നും മൂടി വെക്കേണ്ട വിഷയമല്ല. പക്ഷെ ഇത് മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോടുള്ള ഒരു സന്ദേശമായിട്ട് പരിഗണിക്കണമെന്നാണ് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് പ്രമാണമായിട്ട് പിന്നീട് അംഗീകരിക്കുന്ന ഏറ്റവും പ്രബലമായൊരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം. ആ സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ കൂട്ടുകാരായ സുഹൃത്തുക്കളായ നമ്മുടെ മഹബത്ത് പങ്കിടുന്ന ആളുകൾക്കൊരു ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി രേഖപ്പെടുത്തുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ലസൂഖൻ, സ്വർഗത്തിൽ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, ഒരു പട്ടണം. യഅ്തൂന കുല്ല ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആളുകൾ ആ അങ്ങാടിയിലേക്ക് ചൊല്ലും, സ്വർഗത്തിലെ അങ്ങാടിയിലേക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ ഫതഹുബ്ബു റീഹുൽ ഷിമാലി ഫതഹ്സൂ ഫീ വുജൂഹിഹിം വസിയാബിഹിം, അതിൻ്റെ
ഒരു ഭാഗത്ത് നിന്നൊരു കാറ്റടിച്ച് വീശാനുണ്ട്. ആ കാറ്റടിച്ച് വീശുന്ന സമയത്ത് സ്വർഗത്തിലെ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ ഇളകും. സ്വർഗത്തിലെ പൊടിപടലങ്ങൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മുത്ത്, രത്നം, മാണിക്യം പോലത്തെ സുഗന്ധങ്ങളുള്ള വസ്തുക്കളാണ്. നമുക്ക് മനസ്സിനും നമ്മളെ ഹൃദയത്തിനും ഒക്കെ ആനന്ദം പകരുന്ന പൊടിപടലങ്ങളാണ്. നമ്മളെ നാടുകളിലൂടെ ഇപ്പോൾ നമ്മളൊരു റോഡ് പണി നടക്കുന്ന സമയത്ത് നമ്മളതിലൂടെ പോകുമ്പോൾ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ മറ്റുമൊക്കെ മണ്ണുകളൊക്കെ നമുക്ക് എത്തും. അതുപോലെ അല്ല, എന്നാൽ അതേ മോഡൽ ആയിട്ട് സ്വർഗത്തിൽ നിന്ന് ഉള്ള ആ കാറ്റടിച്ച് വീശുന്ന സമയത്ത് നല്ല നല്ല കസ്തൂരിയുടെ വാസനകൾ, നല്ല സുഗന്ധങ്ങൾ, നല്ല മുത്തുകൾ, മാണിക്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എത്തും. അങ്ങനെ ഫയസ്ദാദൂന ഹുസ്നം വ ജമാല, ഇതെത്തുന്ന സമയത്ത് അവർക്ക് നല്ല സൗന്ദര്യവും നല്ല ഭംഗിയൊക്കെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അവരുടെ ഏരിയയിൽ നിന്ന് പോരുന്ന സമയത്തുണ്ടായ ഇതിനേക്കാളും ഭംഗിയും കാണാനുള്ള ഒരു സൗന്ദര്യമൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫയർജിഊന ഇലാ അഹ്ലിഹിം, അവരവരുടെ ആളുകളിലേക്ക് മടങ്ങും. അഹ്ല് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഹൂർലിങ്ങളാണ്, സ്വർഗ സ്ത്രീകൾ, സ്വർഗത്തിലെ സുന്ദരികളായ സ്ത്രീകൾ. അവരിലേക്ക് ഇങ്ങനെ അവർ മടങ്ങിച്ചെല്ലുന്ന സമയത്ത് വഖദ് ദാദു ഉസ്നം വ ജമാല, നല്ല ഭംഗിയും നല്ല സൗന്ദര്യവും നല്ല ഒക്കെ ഉള്ള ഒരവസ്ഥയിലാണല്ലോ അവർ ഹൂർലിങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് ഫതഖൂലു ലഹും അഹ്ലുഹും, അവരുടെ സ്വർഗത്തിലുള്ള ഇണകളായ ആളുകൾ അവരോട് പറയും. സ്വർഗത്തിലെ ഹുറുല്യങ്ങൾ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹുറുല്യങ്ങളെ കഥ. ഹുറുല്യങ്ങൾ പറയും, വല്ലാഹി ഇസ്ദത്തും ബഅദന ഹുസ്നം വ ജമാല, അള്ളാനെ തന്നെയാണ് സത്യം. ഇസ്ദത്തും, നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടല്ലോ, ബഅദന, ഞങ്ങൾക്ക് ശേഷം, ഹുസ്നം വ ജമാല, നല്ല ഭംഗി കൂടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോയപ്പോൾ ഉള്ള ഭംഗിയൊന്നും അല്ല ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്നപ്പോൾ. നല്ല ഭംഗി കൂടിയിരിക്കണമല്ലോ, നിങ്ങൾ നല്ല ചൊറുക്ക് കൂടിയിരിക്കണമല്ലോ, നല്ല സൗന്ദര്യം കൂടിയിരിക്കണമല്ലോ എന്ന് സ്വർഗത്തിലെ അവരുടെ ഇണകൾ അവരോട് പറയും. മാത്രമല്ല ഫയക്കൂലൂന, അപ്പോൾ ഇവരും പറയും, അതായത് ഈ ഭർത്താക്കന്മാരായ ആളുകൾ പറയും, വഅൻതും വല്ലാഹി, നിങ്ങളും അങ്ങനെ തന്നെ, അള്ളാഹനെ തന്നെയാണ് സത്യം, നിങ്ങളും ലക്കദ്സ്തസ്തും ബഅദന ഹുസ്നം വ ജമാല, നിങ്ങളും ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോയതിൻ്റെ മുമ്പുള്ള പോലെ അല്ലല്ലോ നിങ്ങൾ അതിനേക്കാൾ സൗന്ദര്യങ്ങൾ കൂടുതലുണ്ടല്ലോ, നല്ല ഭംഗി കൂടിക്കണല്ലോ എന്ന് അവരോടും പറയും. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വർഗത്തിൽ ആ കാറ്റടിച്ച് വീശിയപ്പോൾ അവരുടെ സൗന്ദര്യങ്ങളൊക്കെ കൂടി, എല്ലാവരുടെയും സൗന്ദര്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി, വലിയ വർധനവുകളുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്, ഹദീസിൽ വന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് നേടിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ അകലുകാർ നമ്മളാവണം. അത് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരു വിവരങ്ങൾ, അറിവുകൾ ഇത് എത്താത്ത ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കണം പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് അറിയട്ടെ. അങ്ങനെ ആളുകൾ ഇതൊക്കെ കേട്ടിട്ട് നന്മകൾ ചെയ്യുന്നവരാവട്ടെ, ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ നല്ലതിലേക്ക് വഴിതിരിച്ചു വിടുന്നവരായി മാറി നല്ല ആളുകളായി മാറട്ടെ. അതാണ് നമ്മളെ ലക്ഷ്യം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.